ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. ഇത്തവണ നമുക്ക് സെറ്റ് എക്സാമിനേഷൻ, സീറ്റെറ്റ് എക്സാമിനേഷൻ രണ്ടും ആദ്യം തന്നെ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ അറിയായിരുന്നു ഏകദേശം ഒരേ ഡേറ്റ് ആയിരിക്കും വരുന്നതെന്നും. പിന്നെയും ഡേറ്റ് മാറും എന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ മാറ്റമൊന്നും ഉണ്ടായില്ല. അറിയാലോ, സീറ്റെറ്റ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ലെവലിലുള്ള ഒരു എക്സാമിനേഷനാണ്. അപ്പോൾ ഒരു സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും അവർക്ക് എക്സാം ഡേറ്റ് മാറ്റാനായിട്ട് പറ്റില്ല. ഇനി സെറ്റിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും LBS സെൻറ്റർ ഓൾറെഡി അറിയിച്ചതാണ്. സാധാരണഗതിയിൽ അവരുടെ പരീക്ഷകൾ എങ്ങനെയാണ്, ജനുവരി മാസത്തിലും ജൂലൈ മാസത്തിലും മൂന്നാമത്തെ ഞായറാഴ്ചയാണ് സാധാരണഗതിയിൽ നടന്നു പോകുന്നത്. അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള അറേഞ്ച്മെൻ്റ് എല്ലാം നടത്തിയതാണ്. അപ്പോൾ പെട്ടെന്ന് അതിനൊരു ചേഞ്ച് വരുത്തുന്നത് പോസിബിൾ അല്ല എന്നും LBS സെൻറ്ററും അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ രണ്ട് പരീക്ഷയ്ക്കും അപ്ലൈ ചെയ്തവരാകെ കൺഫ്യൂഷനിലിരുന്നിട്ട് അതും ഇതും ഇല്ലാത്ത അവസ്ഥയായി പോകരുത്. അപ്പോൾ ഏത് എക്സാം എഴുതണമെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾ പഠിച്ച ലെവൽ വെച്ചുകൊണ്ട് ഏത് പരീക്ഷയ്ക്ക് പെർഫോം ചെയ്യാനാണ് നിങ്ങൾ കൂടുതലായിട്ട് റെഡി ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റിനെ അനുസരിച്ചുകൊണ്ട്. ഇപ്പം നമുക്കറിയാലോ, ഇപ്പോൾ സെറ്റ് എക്സാം ഉടനെ എഴുതിയെടുത്ത് കഴിഞ്ഞാൽ HSST വേക്കൻസി വരാൻ പോകുന്ന അല്ലെങ്കിൽ എക്സാം വരാൻ പോകുന്ന സബ്ജക്റ്റുകളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ നവോദയ KV അങ്ങോട്ടൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കിയിരിക്കുവാണോ? നിങ്ങളുടെ പ്രിഫറൻസ് വെച്ചുകൊണ്ട് വേണം തന്നെ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് സെലക്ട് ചെയ്യാനായിട്ട്. അല്ലാതെ മറ്റുള്ളവർ അഭിപ്രായം ഒന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാലോ എത്ര ശതമാനം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നും. എന്തായാലും ഇനിയുള്ള സമയം രണ്ട് വെള്ളത്തിൽ കാലി ചവിട്ടി നിൽക്കേണ്ട, വളരെ കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു എക്സാം സെലക്ട് ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. പക്ഷെ ഉറപ്പ് വരുത്തുക, ഞാൻ ഇത്തവണ തന്നെ ഞാൻ എഴുതുന്ന പരീക്ഷ ഏതാണോ അത് പാസ്സായിരിക്കും എന്നുള്ള ഉറപ്പോട് കൂടി തന്നെ പഠിക്കാം. ഈ സെറ്റ് ആണെങ്കിലും സീറ്ററ്റ് ആണെങ്കിലും കൃത്യമായിട്ട് 6 മാസം കൂടുമ്പോൾ നടക്കുന്ന പരീക്ഷയാണ്. നമുക്ക് ഒരുപാട് സമയമൊന്നും നഷ്ടപ്പെട്ടു പോകില്ല. ഇത്തവണ എഴുതാൻ പറ്റാത്ത പരീക്ഷ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത തവണ എഴുതിയെടുക്കും. അപ്പോൾ എന്തായാലും ഉറപ്പിക്കുക, അടുത്ത തവണയും ഇതുപോലെ ക്ലാസ് വരാതെ ഇരിക്കും. അതുകൊണ്ട് ഇത്തവണ എഴുതുന്ന പരീക്ഷ നിങ്ങൾ ഉറപ്പായിട്ടും പാസ്സാവുക. നല്ല രീതിയിൽ നിങ്ങളുടെ പഠനം മുന്നോട്ട് പോട്ടെ. നമ്മുടെ കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏത് പരീക്ഷയാണെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.